ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫ്യൂസ് കുക്കിംഗ് ചാനൽ. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലപോലെ കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം കാബേജ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മയോണൈസ്, ഒരു 1/2 കഷ്ണം വലിയ ഉള്ളി, ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി ചിക്കനിലേക്ക് കുറച്ച് കായം തേച്ച് പിടിപ്പിക്കാം. 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. മസാലകൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പം ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നതിനിടയിലാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലപോലെ കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ആ സമയം കൊണ്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. അതിനായി ഞാൻ ഇതവിടെ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. പോക്കറ്റ് ഷവർമയുടെ പോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ 4 അറ്റവും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ ബ്രെഡിൻ്റെ മുറിച്ച് കളഞ്ഞ ഭാഗമൊന്നും വേസ്റ്റായി പോവില്ല. ഇതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ 4 ഭാഗവും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര പോക്കറ്റാണോ വേണ്ടത് അത്രയും ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 ബ്രെഡിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. 2 ബ്രെഡ് പീസ് ജോയിൻ്റ് ആക്കി വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഈ ബ്രെഡ് പീസ് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്താണ് പൊരിച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് പൊരിച്ചെടുക്കാനായിട്ട് ഇതൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് മുട്ടയിൽ മുക്കിയെടുക്കാം. 2 ബ്രെഡ് പീസും ഒരുപോലെ ജോയിൻ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ മുട്ടയിൽ മുക്കിയെടുക്കാം. ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 ഭാഗവും ഒരുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ബ്രെഡ് പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് പീസെല്ലാം ഞാൻ ഇതവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പോക്കറ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേബേജാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളിയുടെ പകുതി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ചേർക്കാൻ പോകുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എത്രത്തോളം നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും കേട്ടോ.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്കിതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മയോണൈസ് ചേർക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മയോണൈസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ബാലൻസിനായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് പോക്കറ്റിനുള്ളിൽ നിറയ്ക്കാനായിട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഓരോ പോക്കറ്റിനുള്ളിലും നിറച്ചു കൊടുക്കാം. ഓരോ പോക്കറ്റും ഇതുപോലെ വിടർത്തിയതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒരു പോക്കറ്റ് ഞാനിതാ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള പോക്കറ്റുകളെല്ലാം ഫില്ല് ചെയ്ത് വെക്കാം. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.